മമതാ സർക്കാർ പോയതിനു ശേഷം ബംഗാൾ ശുദ്ധീകരണം തകൃതിയായാണ് നടക്കുന്നത്. റോഡും റെയിൽവേ സ്റ്റേഷൻ പരിസരങ്ങളും കയ്യേറി കുടിയേറി പാർത്തിരുന്ന റോഹിംഗ്യകളെയും ബംഗ്ലാദേശികളെയും ഒഴിപ്പിക്കുകയും അനധികൃതമായി ഇവർ കെട്ടിപ്പൊക്കിയ കുടിലുകളും മറ്റും ബുൾഡോസർ ഉപയോഗിച്ച് തകർക്കുകയും ചെയ്തു. ഇതോടെ കള്ളന്മാരെയും കൊള്ളക്കാരെയും കൊണ്ട് നിറഞ്ഞിരുന്ന ചേരികളും നഗരപ്രദേശങ്ങളും റെയിൽവേ സ്റ്റേഷനുകളും വൃത്തിയും വെളുപ്പുമുള്ള സ്ഥലങ്ങളായി. മുമ്പ് ഇവിടെ തിങ്ങിപ്പാർത്തിരുന്ന അനധികൃത കുടിയേറ്റക്കാരെ പേടിച്ച് പലരും പകൽ സമയത്ത് പോലും ഒറ്റയ്ക്ക് ഇതുവഴി നടന്നുപോകാൻ പേടിച്ചിരുന്നു. ആ സ്ഥലങ്ങളുടെ എല്ലാം മുഖച്ഛായ തന്നെ മാറി. അതുമാത്രമല്ല, മമതാ ഭരണകാലത്ത് ഗുണ്ടായിസവും സ്ത്രീപീഡനവുമായി നാട്ടുകാരെ വിറപ്പിച്ചിരുന്ന രാഷ്ട്രീയക്കാരെയും രാഷ്ട്രീയ ഗുണ്ടകളെയും സുവേന്ദു അധികാരിയുടെ സർക്കാർ അകത്താക്കി. ഒരു കാലത്ത് ഇവരെ തൊടാൻ ജനങ്ങളും പോലീസും ഒരുപോലെ ഭയപ്പെട്ടിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ ദാദാമാരെ പിടികൂടുക മാത്രമല്ല, അവരെയും കൊണ്ട് പോലീസ് നഗരപ്രദർശനവും നടത്തുന്നുണ്ട്. ഇന്ത്യയിൽ അനധികൃതമായി താമസിക്കുന്ന ബംഗ്ലാദേശികളെയും റോഹിംഗ്യകളെയും നാടുകടത്താൻ 2025 മെയ് മാസത്തിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഉത്തരവിട്ടിരുന്നു. എന്നാൽ നടപടികൾ മമതാ സർക്കാർ മനഃപൂർവ്വം വൈകിപ്പിക്കുകയായിരുന്നു. അനധികൃത കുടിയേറ്റക്കാരെ ഒഴിപ്പിക്കാനുള്ള നടപടികൾ BJP സർക്കാർ തുടങ്ങി എന്നറിഞ്ഞതു മുതൽ ബംഗ്ലാദേശികൾ സ്വന്തം നാട്ടിലേക്ക് ഒഴുകുകയാണ്. ഇവരിൽ ചിലർ പരാതിപ്പെടുന്നത് ബംഗ്ലാദേശികളാണെങ്കിലും തങ്ങൾക്ക് വോട്ടർ കാർഡ് അടക്കം കിട്ടുകയും വോട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇത്തവണ ഇലക്ഷൻ കമ്മീഷൻ തങ്ങളുടെ എല്ലാം വോട്ടർ ID റദ്ദാക്കിയെന്നും BJP സർക്കാരിന്റെ നടപടികളെ ഭയന്ന് ബംഗ്ലാദേശിലേക്ക് തിരിച്ചു പോവുകയാണെന്നുമാണ്. ഇത് മാത്രമല്ല, ചാക്ക് കണക്കിന് വോട്ടർ ഐഡികളാണ് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ ബംഗ്ലാദേശ് അതിർത്തിയിൽ നിന്ന് കണ്ടെടുത്തത്. കുടിയേറ്റക്കാരായ ബംഗ്ലാദേശികളെയും റോഹിംഗ്യകളെയും നാടുകടത്തുന്നതിന്റെ ഭാഗമായി നാട് മുഴുവൻ തടങ്കൽ കേന്ദ്രങ്ങൾ തുറക്കുവാൻ സുവേന്ദു അധികാരി നിർദ്ദേശം നൽകി കഴിഞ്ഞു. ഉത്തരവ് വന്ന് 48 മണിക്കൂറിനകം പല കേന്ദ്രങ്ങളും പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു. ബംഗാളിലേക്ക് ഒഴുകുന്ന ഏക ആശ്വാസ വാർത്ത കേരളത്തിൽ നിന്ന് മാത്രമാണ്. കാരണം കേരളത്തിൽ നിന്നുള്ള ഒരു ഏജന്റും ബംഗാളിൽ നിന്നുള്ള ഒരു മാമയും ചേർന്ന് ഇവിടുള്ള മൊഞ്ചത്തികൾക്ക് വേണ്ടി കേരളത്തിൽ നിന്നുള്ള പുരുഷന്മാരുടെ വിവാഹാലോചനയുമായി രംഗത്തുണ്ട്. ഇവിടെ ഒരുപാട് മക്കള് വിവാഹം കഴിക്കാൻ കഷ്ടപ്പെട്ട് നിൽക്കുന്ന കാര്യം പറഞ്ഞത്. ആരായാലും അതിഥി തൊഴിലാളികളായി സ്വീകരിക്കാൻ കേരളീയർക്ക് വിശാല മനസ്സുമുണ്ട്. അതുകൊണ്ട് ഈ ഏജന്റുമാർ പുരുഷന്മാരുടെ കാര്യത്തിലും ഒരു തീരുമാനത്തിൽ എത്തിച്ചേരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.